R3D വ്ലോഗിന്റെ ഇന്നത്തെ കാഴ്ചകൾ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രവും ക്ഷേത്രത്തോട് അനുബന്ധിച്ച് നിൽക്കുന്ന സരസ്വതി മണ്ഡപവുമാണ്. വെൽക്കം ബാക്ക് ടു R3D വ്ലോഗ്സ്. R3D വ്ലോഗിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച് നിൽക്കുന്ന സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപവും 28 കരിങ്കൽ തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായ കൊത്തുപണികളോടുകൂടി നിലനിൽക്കുന്ന കരിങ്കൽ മണ്ഡപത്തിൻ്റെയും വളരെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ R3 വ്ലോഗിൻ്റെ കാഴ്ചകൾ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രം. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം പ്രസിദ്ധമാണ്. മുൻപ് നവരാത്രി പൂജാകാലത്ത് മാത്രമായിരുന്നു ഇവിടെ ആരാധന ചെയ്തിരുന്നത്. 2010 ക്ഷേത്രം ഗോപുരത്തോടുകൂടി പുനർനിർമ്മിച്ചു. ക്ഷേത്ര സമീപത്തുള്ള സരസ്വതി മണ്ഡപം 28 കൽത്തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ കൽത്തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ സരസ്വതി മണ്ഡപം സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. നവരാത്രി കാലത്ത് കന്യാകുമാരി ജില്ലയിലെ തക്കലയിലെ കുമാരകോവിലിൽ നിന്നും വെള്ളിക്കുതിരയുടെയും മുരുകന്റെയും പ്രതിഷ്ഠ കാവടിയുമായി കൊണ്ടുവന്ന് സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തി പൂജ ചെയ്യുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. പൂജാശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂടി സന്ദർശിച്ചാണ് ഇവർ തിരികെ പോവുക. രാജഭരണകാലത്ത് രാജാവ് സരസ്വതി മണ്ഡപത്തിലെത്തി 7 വെള്ളിപ്പണം നൽകുമായിരുന്നു അത്രേ. ക്ഷേത്രം ഇപ്പോൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് നടത്തിപ്പോകുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് സരസ്വതി മണ്ഡപം. പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപവും സരസ്വതി ക്ഷേത്രത്തിലേക്കുമുള്ള പ്രവേശനം സൗജന്യമാണ്. തിരുവനന്തപുരത്തെത്തുന്ന സഞ്ചാരികൾക്ക് നഗരത്തിന്റെ തിരക്കിൽ നിന്നും വേറിട്ടൊരനുഭവമാണ് സരസ്വതി ദേവി ക്ഷേത്രവും ഈ കൽമണ്ഡപവും സമ്മാനിക്കുന്നത്.